അള്ളാഹു പറയാണ് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഫബശ്ശിറുഹു, അതിനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധ ഖുർആനെ ഇത്തിബാഅ് ചെയ്തത് കാരണത്താലും അർ-റഹ്മാൻ ആയവനെ ഗൈബിൽ ഭയന്നതിനാലും ബശ്ശിറുഹു, അത്തരക്കാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ബശ്ശിറുഹു, അത്തരം ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എന്തുകൊണ്ട്? ബിമഗ്ഫിറത്തിൻ, മഗ്ഫിറത്ത് കൊണ്ട്. മഗ്ഫിറത്ത് എന്താ? മഗ്ഫിറത്ത് പാപം പൊറുക്കലാണ്, പാപമോചനാണ്. വഅജ്രിൻ കരീമിൻ, വഅജ്രിൻ കരീമിൻ, കരീമായ അജർ, കൂലി കൊണ്ട്. അജർ എന്ന് പറഞ്ഞാൽ കൂലി, കരീം. ഓക്കെ, എന്താ ഈ അജറുൻ കരീം? കരീം എന്താ? ഇപ്പം നമ്മൾ കുറേ കാര്യത്തിൽ കരീം എന്നുള്ളത് മനസ്സിലാക്കും അല്ലേ? അള്ളാഹുവിനെ കുറിച്ച് കരീം എന്ന് പറയും. അള്ളാഹു കരീമാണ്. എന്താ അള്ളാഹു കരീം എന്ന് പറഞ്ഞാൽ? അള്ളാഹിനെ കുറിച്ച് നമ്മൾ അൽ കരീം എന്ന് വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നുണ്ട്. അള്ളാഹു കരീമാണ്. അതേപോലെ തന്നെ പിന്നെ ഹദീസുകളിലും അള്ളാഹു അൽ അക്രമാണ്. അതേപോലെ തന്നെ അള്ളാഹു കരീം, അൽ കരീമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു പിന്നെ അവിടെ അത്യുദാരൻ. എങ്ങനെ അത്യുദാരൻ? സബബില്ലാതെ, ഇവദില്ലാതെ, വാസിത്തയില്ലാതെ നൽകുന്നവൻ, ഒരു കാരണവുമില്ലാതെ കനിയുന്നവൻ, ഒരു ഇടയാളൻ്റെ ആവശ്യം, മധ്യവർത്തിയുടെ ആവശ്യമില്ലാതെ കനിയുന്നവൻ, പകരമൊന്നും സ്വീകരിക്കാതെ കനിയുന്നവൻ, അതാണ് ഔദാര്യവാൻ. അതേപോലെ തന്നെ എത്ര നൽകി, ആർക്ക് നൽകി എന്നത് പ്രശ്നമാക്കാതെ കനിയുന്നവൻ, അതാണ് അൽ കരീം, അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ കരീം എന്ന് പറയും ഒരു വിഷയത്തിൽ ഷെരീഫായ ഒന്നിന്. ഷെരീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെരീഫ് ഷറഫുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള ഒന്നിന്. ഇപ്പോൾ സബയിലെ രാജ്ഞി ബൽഖൈസിന് നൽകപ്പെട്ട കത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീമുൻ, എനിക്ക് കരീമായൊരു കത്ത് അയച്ചു എന്നാണ്. എനിക്ക് കരീമായൊരു കത്ത് അയച്ചു എന്നാണ്, കത്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് ഹുദൂദ് കൊണ്ടുപോയിട്ട് എന്തായത് ഇട്ടുകൊടുത്തതാണ് അല്ലേ? അത് കരീമാകാൻ കാരണം ആ കത്ത് വളരെ ഗംഭീരമാണ്. ഇന്നഹു മിൻ സുലൈമാൻ, ഒന്നാമത്തത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുള്ള കത്താണ്. രണ്ടാമത്തേത് വഇന്നഹു ബിസ്മില്ലാഹി റഹ്മാനുർ റഹീം, ബിസ്മില്ലാഹി റഹ്മാനുർ റഹീമിൽ തുടങ്ങുന്ന കത്താണ്. പിന്നെ ആ കത്തിലെ വിഷയം ഒക്കെ വളരെ മാന്യമായിട്ടുള്ള അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുമുള്ള വിഷയങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ കത്ത് കരീം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഒരു വിഷയത്തിൽ അതിനെ കരീം എന്ന് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആ വിഷയത്തിൽ ഷരീഫായിരിക്കും, ഷരീഫായിരിക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് അൽ കരീം എന്ന് പറഞ്ഞു. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞു അൽ കരീം. ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് അൽ കരീം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് അൽ കരീം, അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം എന്നല്ല പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ കരീം എന്നുള്ളത് വിശേഷിപ്പിക്കപ്പെടാനുള്ള കാരണം? അവരൊക്കെ അത്രയും മാന്യന്മാർ, കുലീനന്മാർ, ബഹുമാന്യർ ഇതൊക്കെ ആയതിനാലാണ്. അള്ളാഹു റിസ്കുൻ കരീം എന്ന് പറഞ്ഞു. റിസ്കുൻ കരീം, സ്വർഗത്തിലെ ഉപജീവനത്തെക്കുറിച്ച്. അതേപോലെ മുദ്ഖലൻ കരീമ എന്ന് പറഞ്ഞു. മുദ്ഖലൻ കരീമ, കരീമായ പ്രവേശന സ്ഥലം, സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊന്നിനെ കൊണ്ടാണോ കരീം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് ആ വിഷയത്തിൽ എന്തായിരിക്കും? വളരെ മാന്യവും സമ്പൂർണ്ണമായിരിക്കും. ഇവിടെ അജ്രിൻ കരീം എന്ന് പറഞ്ഞെങ്കിൽ അതാണ് വളരെ ഉന്നതമായ പ്രതിഫലം, വളരെ മാന്യമായിട്ടുള്ള പ്രതിഫലം. അപ്പോൾ ഫബശ്ശിറുഹു, അത്തരക്കാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ടും, വഅജ്രിൻ കരീം, കരീമായ പ്രതിഫലം കൊണ്ടും, കരീമായ പ്രതിഫലം കൊണ്ടും.